ഹായ്. മലൈക്കുട്ടി വാലിബൻ ഇറങ്ങിയത് ജാനുവരി 25, 2024 ലാലേട്ടന്റെ കംബാക്ക്. ഡയറക്ഷൻ ലിജോ ജോസ് പെലിശ്ശേരി. ബഡ്ജറ്റ് 50 കോടി കുണുവ. അങ്ങനെ ഒടുക്കത്തെ ഹൈപ്പ്. ഫസ്റ്റ് ഡേ 12 കോടിക്ക് അടിച്ചു. എന്നാൽ പടം അമർചിത്രകഥ പോലെ കണ്ടത് നിജം കാണാതെ പോയി, കണ്ടതെല്ലാം പോയി. ഒരു LJP സിനിമയാണ്, അങ്ങനെ കണ്ടാലും ഓക്കെയാണ്. ഇവര് ഈ ടിനു പാപ്പച്ചൻ പറയും, ഞാൻ പുറത്തിരുന്നിട്ട് ഞാൻ പടം കാണും, തിയേറ്റർ ഫാൻസ് കത്തിക്കുന്നത് എനിക്ക് കാണുന്ന ടിനു പാപ്പച്ചൻ പറഞ്ഞു ചിലപ്പം തീട്ടിട്ടുണ്ടാവും. വാണപ്പുറം സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തു നിന്ന് കാണാന്ന് വിചാരിക്കും. പുറത്തു നിൽക്കാന്ന് വെച്ചാൽ ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. ശരിയാണ്. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനില് തിയേറ്റർ നല്ലോണം കുലുങ്ങി. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. സത്യം പറഞ്ഞ ഈ പടം അത്ര മോശമുള്ള ഒരു പടമൊന്നുമല്ല. ആവശ്യത്തിന് കൊള്ളാവുന്ന ഒരു പടം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തില്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും ഈ സിനിമയുടെ നെഗറ്റീവ് ആസ്പെക്ട്സിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറ, 5 മണിക്കത്തെയോ 6 മണിക്കത്തേക്ക് ഷോയില് ലാലേട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞ് കുത്തിക്കീറുന്നവർക്ക് എന്താണ് ആദ്യം കാണേണ്ടത്? ഡയറക്ടറിന് ആൾക്കാരുടെ പൾസ് അറിയാന്നേ. അതുകൊണ്ട് ആദ്യം കാണിച്ചത് കൂടാതെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കാള വണ്ടി കുണുങ്ങി എവിടത്തേക്കോ വന്ന് നിർത്തുന്നതാണ് മറ്റൊരു 5 മിനിറ്റ്. പിന്നെ എല്ലാം കഴിഞ്ഞ് തൊലിഞ്ഞു നിൽക്കുന്ന ഓഡിയൻസിന്റെ മുമ്പിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി കാണിക്കും. ആള് ഹൾക്കിന്റെ കുഞ്ഞാണത്രേ. അപ്പൊ കുഞ്ഞി ഹൾക്കും വലിയ ഹൾക്കും തമ്മിലുള്ള ഫൈറ്റാണ് ഇനി 2ാം ഭാഗത്തിൽ വരാൻ പോകുന്നത്. 2ാം ഭാഗത്തിന് ഉണ്ടാവും അറിയില്ല, ഉണ്ടെങ്കിൽ കാണാൻ നിങ്ങളൊക്കെ എന്തായാലും ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ. ഇനി നമുക്ക് റീകൺസ്ട്രക്ഷനിലേക്ക് കടക്കാം. സത്യത്തിൽ ഇതിനെ ഞാനൊരു പൂർണ്ണമായിട്ടും റീറൈറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതിന്റെ സ്റ്റോറി ആവശ്യത്തിന് ഇൻട്രസ്റ്റിംഗ് ആയാലും ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവര് ഒരു കാളവണ്ടി കട്ട് ചെയ്യാതെ വരുന്നത് ഇങ്ങനെ കാണിക്കുകയാണ്. ഇങ്ങനെ കുണിങ്ങി ഒരു കാളവണ്ടി വരുന്നതാണ് 5 മിനിറ്റ് കാണിക്കുന്നത്. അതിന്റെ കൂടാതെ ഒരു സംഭവമുണ്ട്. ഇതൊരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പടത്തിന്റെ ബഡ്ജറ്റ് 50 കോടിയാണ്. അപ്പൊ 50 കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ മലയാളത്തിൽ റിക്കവർ ആവണമെങ്കിൽ ഏകദേശം ഒരു 100 കോടിയൊക്കെ അടിക്കണമല്ലോ. ഒരു കണ്ടന്റ് ബേസ്ഡ് സിനിമക്ക് അങ്ങനെ 100 കോടിയൊന്നും അടിക്കാൻ സാധിക്കത്തില്ല. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ തന്നെ ഏറ്റവും വൃത്തിക്ക് എടുക്കുക എന്നതിനുള്ളൊരു ഉദാഹരണമാണ് ഭ്രമയുഗം സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലൈക്കോട്ടെ വാലിബന്റെ നേരെ പകുതിയാണ്. അപ്പോൾ ഏകദേശം 28 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. പക്ഷെ ആ സിനിമ കളക്ട് ചെയ്തത് 58 കോടിയാണ്. മറിച്ച് മലൈക്കോട്ടെ വാലിബൻ ഉണ്ടാക്കിയത് 32 കോടിയും. അപ്പോൾ സംഭവം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ഒരു കമേഴ്ഷ്യൽ സിനിമ കണ്ടന്റ് ബേസ്ഡ് സിനിമക്കുള്ളിൽ കുത്തി കയറ്റാൻ ശ്രമിക്കുകയും ആവശ്യമില്ലാതെ കുറെ പൈസ വാരി എറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ കണ്ടന്റും അല്ല, കമേഴ്ഷ്യലും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ സിനിമക്ക് ഉണ്ടായിട്ടുള്ളത്. ഒന്നിങ്കിൽ ഇതൊരു കണ്ടന്റ് ബേസ്ഡ് സിനിമയായിട്ട് ചെയ്യുക, അങ്ങനെ തന്നെ അഡ്വർടൈസും ചെയ്യുക. അല്ലെങ്കിൽ നേരെ മറിച്ചൊരു കമേഴ്ഷ്യൽ സിനിമയായിട്ട്, ഒരു കംപ്ലീറ്റ് കമേഴ്ഷ്യൽ സിനിമയായിട്ട് സിനിമയെ എടുക്കുക. അപ്പൊ ഇതൊന്നും നമുക്കൊരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് എടുക്കാം. ഒന്നാമത് ഇങ്ങനത്തെ കാളവണ്ടി പോകുന്നത്, കാള മാവാട്ടുന്നത്, ഇങ്ങനത്തെ സീൻസ് ഒന്നും ആവശ്യമില്ലാതെ ആഡ് ചെയ്യാതെ വേഗം കട്ടൊക്കെ ചെയ്തിട്ട് വേഗം എടുത്ത് കാണിക്കാം. എന്നിട്ട് നാടകീയത, അഫ്കോഴ്സ് ഈ സിനിമക്ക് നാടകീയത ആവശ്യമാണ്. ഇപ്പൊ ബാഹുബലിയിൽ പോലും നാടകീയത ഉണ്ട്, അതൊരു പ്രശ്നമല്ല. പക്ഷെ നാടകീയത കുറച്ച് ഓവറായിട്ട് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് കുറക്കുക. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഭയങ്കര ഓവറായിട്ട് സ്ലോ മോഷനും സംഭവമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതും നമുക്ക് എടുത്തു മാറ്റാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പാട്ടുകൾ, അതുപോലെ തന്നെ സബ്പ്ലോട്ട്സ്, അതായത് ഒരു സൈഡ് ക്യാരക്ടറിന് മറ്റൊരു സൈഡ് ക്യാരക്ടറിനോടുള്ള ഒരു സ്നേഹം, ആ ഒരു റൊമാൻസ് അത്ര സമയം എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സബ്പ്ലോട്ട്സ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഏറ്റവും ലെസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സബ്പ്ലോട്ട്സിലേക്ക് അധികം കയറാതെ നമ്മുടെ നായിക കഥാപാത്രത്തിനെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്റെ സിനിമ ചെയ്യാൻ പോകുന്നത്. അവസാനಕ್ಕೆ ആ വൃദ്ധന്റെ ഒരു 10-15 മിനിറ്റുള്ള ഒരു വാചകമുണ്ട്, എന്റെ അമ്മോനെ, അതൊന്നും പിന്നെ നമുക്ക് സ്കിപ്പ് അടിക്കാതെ കാണാൻ കഴിയത്തേയില്ല. ഒരു ആവശ്യമില്ലാതെയാണ് അത് നീട്ടി വലിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ വേഗം മെയിൻ പ്ലോട്ടിലേക്ക് എത്തുക എന്നതാണ്
ഈ സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, ഉറപ്പായിട്ടും ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറോളമോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോളമോ വലിയൊരു സംഭവമൊന്നും അല്ല. എന്നാലും ഈ സിനിമയുടെ പ്രശ്നങ്ങളെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് എങ്ങനെയൊക്കെ എനിക്ക് ഇതിനെ നന്നാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ആർക്കെതിരെയുമുള്ള ഒരു പേഴ്സണൽ അറ്റാക്ക് അല്ല, ജസ്റ്റ് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഇടത്തുള്ളൂ. ബൈ.